സർക്കാരിനും ഗവർണർക്കും കത്തയച്ച് ഓർത്തഡോക്സ് സഭ. യാക്കോബായ സഭ കാതോലിക്കയെ വാഴിക്കുന്നത് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണെന്ന് കത്തിൽ ഓർത്തഡോക്സ് സഭ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കരുതെന്നും ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷിനോജ് എസ്റ്റിയാണ് വിവരങ്ങളുമായുള്ളത്. ഷിനോജ്, കഴിഞ്ഞ ദിവസം മുതൽ ഈ വിഷയത്തിൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഓർത്തഡോക്സ് സഭ. ഞങ്ങളുടെ ശക്തി കാണിച്ചു തരാം എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. അപ്പോൾ യാക്കോബായ സഭയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ജനപ്രതിനിധികളെ കൃത്യമായി ഒരു താക്കീത് കൊടുക്കുകയാണ്. അഭിലാഷ്, കൃത്യമായിട്ടുള്ളൊരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് ഓർത്തഡോക്സ് സഭ പോവുകയാണ്. പ്രത്യേകിച്ച് ഭരണപക്ഷത്തെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും ഒരുപോലെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഓർത്തഡോക്സ് സഭ ഇത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഈ ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിലുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ MLA-മാർക്ക് ഉൾപ്പെടെ ഓർത്തഡോക്സ് സഭ കത്ത് അയക്കുന്നത്. പ്രതിപക്ഷത്തെ MLA-മാർ എന്ന് പറയുന്നത് ഈ ലെബനനിൽ നടക്കുന്ന ഈ വാഴിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് പോകാനുള്ള ഈ പ്രതിനിധി സംഘത്തെ അംഗങ്ങളാണ്. പ്രത്യേകിച്ച് അനൂപ് ജേക്കബ് MLA, ചങ്ങനാശ്ശേരി MLA ജോ മൈക്കിൾ, PV ശ്രീനിജൻ MLA, അത്തരത്തിലുള്ള MLA-മാരും മന്ത്രി P രാജീവ് ഉൾപ്പെടുന്ന സംഘമാണ് 25-ാം തീയതി നടക്കുന്ന ഈ ചടങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഘത്തെ കേരളത്തിൽ നിന്ന് അയക്കാൻ പാടില്ല എന്നൊരു വാദമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് 2017-ലെ സുപ്രീം കോടതി വിധിക്ക് എതിരാണ് എന്നൊരു വാദം ആദ്യഘട്ടം മുതൽ ഓർത്തഡോക്സ് സഭ ഉന്നയിച്ചതാണ്. അതിപ്പോഴും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായ ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമെന്ന് തോന്നുന്നു. കാരണം ആ രീതിയിലുള്ള ഒരു കത്തയക്കലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് 2017-ലെ ഇത്തരത്തിൽ സുപ്രീം കോടതി വിധി അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു കഴിഞ്ഞാൽ അത് മലങ്കര സഭയുടെ സമാധാനത്തെ പോലും തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നും ഈ കത്തിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇനി എന്താണ് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഒരു സമദൂര സിദ്ധാന്തമായ നിലപാടായിരുന്നു ഓർത്തഡോക്സ് സഭ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ സഭാ തർക്കമൊക്കെ അതിരൂക്ഷമായി നിന്ന സമയത്ത് പോലും സമദൂരം എന്ന വാക്കിൽ തന്നെയായിരുന്നു സഭ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി അങ്ങനെ പോകാൻ പറ്റില്ല എന്നൊരു തീരുമാനം കൂടി കഴിഞ്ഞ ദിവസം ചേർന്ന മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റേതെങ്കിലും, പ്രത്യേകിച്ച് മറ്റു ചിലർ വാഴും മറ്റു ചിലർ വീഴുമെന്നൊക്കെ പറയുമ്പോൾ ആർക്കൊക്കെ ഒപ്പം നിൽക്കും, സഭ ഒപ്പം നിൽക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. അഭിലാഷ്, രാജീവ്.